ഇവിടുന്ന് വണ്ടി കറക്കി അപ്പർ വഴി കൊണ്ടുപോയാൽ വല്ലോ നടക്കൂ. അത് കറക്കാ, ഇത് തന്നെ പൈപ്പും മോട്ടറും അതും ഇതൊക്കെ ഘടിപ്പിച്ച് നമ്മുടെ ഫിഷ് ടാങ്കിന്റെ വെള്ളം ഒഴിക്കണ ഭാഗത്തേക്ക് കണക്ട് ചെയ്യണമല്ലോ. ശരിക്കും കണക്ട് ചെയ്ത് ഇവിടുന്ന് ഡയറക്റ്റ് അടിക്കാൻ വേണ്ടി വേണ്ട, അത് പണിയാവും, വെള്ളം കുറെ ലോസ്റ്റ് ആവും. കറക്റ്റ് ഇതിനകത്തേക്ക് കണക്ട് ചെയ്യണം. ഓക്കെ, ഇവിടെ വരെ സിമ്പിൾ ആയിട്ട് എത്തിക്കാവുന്നുള്ളൂ. സോ പോയിട്ട് മോട്ടറും പൈപ്പും എല്ലാം സെറ്റ് ചെയ്യാം. ഇത് സക്സസ് ആവാൻ വേണ്ടി ലൈക്ക് അടിക്കാത്തവർക്ക് ലൈക്ക് അടിച്ച് ചാൻസ്. किसी के दांत टेढ़े मेढ़े हैं, किसी के आगे पीछे है, किसी के दांतों के बीच में गैप है. कंफ्यूजन तो होगी. ഓക്കെ, പൈപ്പ് കണക്ട് ചെയ്തിട്ടുണ്ട്. അടുത്തായിട്ട് വെള്ളം ഓൺ ആക്കണം. നമ്മുടെ വണ്ടി പോയിട്ട് വണ്ടിയിൽ ഒരു സ്വിച്ച് ഓൺ ആയി കഴിഞ്ഞാൽ വെള്ളം ഓൺ ആയിക്കോളും. അവിടുന്ന് ഇവിടെ വരെ പൈപ്പ് കണക്ട് ചെയ്ത് ഇങ്ങനെ കൊണ്ടുവരേണ്ടി വന്നു. ഫയർ ഫോഴ്സുകാർ വന്ന് തന്നെ പിടിച്ചുകൊണ്ട് പോകുന്നതിന് മുമ്പ് പെട്ടെന്ന് വെള്ളം അടിച്ച് നമ്മുടെ ഫിഷ് ടാങ്കിലേക്ക് ഇറക്കട്ടെ. ഓക്കെ, പമ്പ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി പോവാണ്. ഹിയർ വി ഗോ. പമ്പ് സ്റ്റാർട്ട് ആയിട്ടുണ്ട്. വെള്ളം ഇപ്പൊ തന്നെ വന്ന് തുടങ്ങും. ഓക്കെ, വെള്ളം അതിനകത്തേക്ക് നിറയാൻ വേണ്ടി തുടങ്ങി. നല്ല ഫോഴ്സ് ഉണ്ട്. പെട്ടെന്ന് തന്നെ ഫുള്ളായിട്ട് നിറയായിരിക്കും. പെട്ടെന്ന് പറഞ്ഞാൽ ഏകദേശം 1 മണിക്കൂറെങ്കിലും എടുക്കുന്നതാ. എത്ര വലിയ ടാങ്കല്ലേ. ഓക്കെ, ഇറങ്ങും. പോയി നോക്കട്ടെ. വെള്ളം കറക്റ്റായിട്ട് ടാങ്കിൽ തന്നെയല്ലേ വീഴുന്നത്. നമ്മുടെ ഫിഷ് ടാങ്കിൽ എന്തെങ്കിലും ലീക്ക് ഉണ്ടെങ്കിൽ ഏതാനും നിമിഷങ്ങൾക്കുള്ളിൽ അറിയാൻ വേണ്ടി പറ്റും. ഓക്കെ, ഇവിടെ എല്ലാം സെറ്റാണ്. കറക്റ്റായിട്ട് വീഴുന്ന പതിയെ നമ്മുടെ ടാങ്ക് നിറഞ്ഞോണ്ടിരിക്കുകയാണ്. ഇത്ര നേരം ഒന്ന് മയങ്ങി എഴുന്നേൽക്കുമ്പോ വെള്ളം നിറയില്ല. ഫ്രാങ്ക്ലിൻ ഭായ് എഴുന്നേക്ക് ഫ്രാങ്ക്ലിൻ ഭായ്, നമ്മുടെ ഫിഷ് ടാങ്ക് നിറയാറായി. വെള്ളം ഇപ്പൊ തന്നെ നിറഞ്ഞു പോകും. ഫ്രാങ്ക്ലിൻ ഭായ് എഴുന്നേക്ക്, ഫ്രാങ്ക്ലിൻ ഭായ് എഴുന്നേക്ക്. അവനെ നാണം കെടുത്ത് വിടാൻ വേണ്ടിട്ട് ഇത് പതിയെ നിറഞ്ഞു തന്നെ വരുന്നുണ്ട്. വെള്ളം പൊങ്ങി വരുന്നുണ്ട്. ഞാൻ വിചാരിച്ചത് ഫിഷ് ടാങ്കിന് ഇത്രയും വെള്ളം പോരെന്നാ. പക്ഷെ ആ ഫയർഫോഴ്സ് വണ്ടിയിൽ കുറെ വെള്ളം ഉണ്ട് കേട്ടോ, നമുക്ക് ആവശ്യത്തിനുള്ളത്. ഫിഷ് ടാങ്കിലെ വെള്ളം എത്ര ഉണ്ടോ? നമ്മുടെ ഫിഷ് ടാങ്ക് നിറഞ്ഞിട്ടുണ്ടാവും. വാ നോക്കാം. സോ നമ്മുടെ ഫിഷ് ടാങ്ക് ദേടാ വെള്ളം കൊണ്ട് നിറഞ്ഞു. അതായത് ഈ വണ്ടി മാറ്റിയല്ലേ മര്യാദക്ക് കാണാൻ വേണ്ടി പറ്റുള്ളൂ. എന്റെ കൂടെ രണ്ടുപേരും കൂടി ഇല്ലായിരുന്നു. ഷിൻചാൻ ചോപ്പ് അവന്മാരത് എവിടെ പോയിടാ? ഷിൻചാനെ ചോപ്പ് എവിടെയാടാ നിങ്ങള്? അവനല്ലേ നിൽക്കണം. ഇവനെത്ര അവിടെ പോയിക്കണം? ഷിൻചാനെ ഇങ്ങോട്ട് കയറി വാ. ഇവിടെ വഴി അടച്ചിട്ട് പിന്നെ ഞങ്ങൾ എങ്ങനെ ഫ്രാങ്ക്ലിൻ ഭായ്? സോറിടാ, വണ്ടി എടുത്തിട്ടപ്പോ ഓട്ടോമാറ്റിക്കലി അടഞ്ഞു പോയതാ. വണ്ടി എടുത്ത് മാറ്റാം. ഓക്കെ, ആദ്യമേ ഇതിന്റെ വാട്ടർ കണക്ഷൻ പിടിക്കട്ടെ. ഓക്കെ, ഓൾറൈറ്റ്. സോ വണ്ടി വളച്ച് ഇങ്ങോട്ടേക്ക് ഇടറാ. ഓക്കെ, തൽക്കാലം ഇവിടെ കിടക്കട്ടെ. ആദ്യം നമ്മുടെ ഫിഷ് ടാങ്ക് നോക്കട്ടെ. ഇത്ര നേരത്തെ കാത്തിരിപ്പ് ഈ ഒരു സമയത്തിന് വേണ്ടിയായിരുന്നു. എവിടെടാ? കൊള്ളാടാ, അതിനകത്ത് വെള്ളം കിടക്കണം. ആക്ച്വലി അറിയാൻ പറ്റണില്ല കേട്ടോ. ഒരു ലീക്ക് പോലും ഇല്ല. ഞാൻ പണിതല്ല, കറക്റ്റ് ആയിട്ടാ. ഇനി ഫിഷിനെ കൂടി ഇതിനകത്ത് ഇട്ട് കഴിഞ്ഞാൽ വേറെ ലെവലായിരിക്കും. ഇവിടെ നോക്കുമ്പോ സിമിയനൊക്കെ ഇത് കണ്ട് ഞെട്ടും. പക്ഷെ അവിടെ എന്താ വെള്ളം കുറെ ജിഗിളി കാണ പോലെ തോന്നുന്നത്. ഇപ്പൊ അടുത്തതിന് എന്തോ ഒരു മിസ്റ്റേക്ക് ആണെന്ന് തോന്നുന്നത്. അതും നമ്മൾ പ്രൊഫഷണൽ എഞ്ചിനീയർ ഒന്നും അല്ല. അപ്പൊ ചെറിയ മിസ്റ്റേക്ക് കാണും, കുഴപ്പമൊന്നുമില്ല. ഓക്കെ, അതൊക്കെ വിട്. ഇത്രയൊക്കെ ചെയ്തെങ്കിലും നമ്മുടെ ഫിഷ് ടാങ്ക് റെഡി ആയിട്ടില്ല. ഇനി വേണ്ടത് എന്താ പറയണ? കടലിൽ പോയി മീൻ പിടിച്ചോണ്ട് വരാം. കടലിൽ പോയി മീൻ പിടിക്കാനാ? വേണ്ട, അത് നമുക്ക് വളർത്തണം. മീൻ മേടിക്കാൻ കിട്ടൂടാ. പക്ഷെ ഫ്രാങ്ക്ലിൻ ഭായ്, ഷാർക്കിനെയൊക്കെ കടലിലല്ലേ കിട്ടുള്ളൂ. ഷാർക്കാ? അതിന് ഷാർക്കിനെ ആര് മേടിക്കണേ? ഇവിടെ സിമീൻ അവിടെ പല സൈക്കോത്തരങ്ങൾ കാണിക്കും. അതൊന്നും നമ്മൾ കരുതി. ഇതിനകത്ത് ഷാർക്കായിട്ട് അലമ്പായിരിക്കും. ചെറിയ മീനുകൾ ഇടാനാണ് ഭംഗി. പക്ഷെ ഒരു ഷാർക്ക് കൊണ്ടേ നൈസ് ആയിരിക്കുമല്ലേ? കടലിൽ പോയെങ്കിൽ കടലിൽ പോയി വാ. എവിടെന്നെങ്കിലും മീൻ ഒപ്പിച്ചോണ്ട് വരാം. വണ്ടി കയറാ. സത്യം പറഞ്ഞാണോ തോന്നണം. ഓക്കെ, എത്ര ടിവിയാ? ചുമ്മാ നല്ല എത്ര വെയിറ്റ്. ഈ കടലിൽ നിന്ന് ടിവിക്കാണോ നമുക്ക് കിട്ടുന്നത്? ഓക്കേ, നമ്മൾ പിടിച്ച ലാസ്റ്റ് ഫിഷിനെ ഇതിനകത്ത് ഇറക്കി വിട്ടിട്ടുണ്ട്. എങ്ങനെയുണ്ടാ അവിടെ നോക്കിയിട്ട്? വന്നു എല്ലാ മീനോടും വന്നു. അടിപൊളി. ഇത്ര കഴിവാ? മീനിട്ടപ്പോഴല്ലേ അതിന്റെ ഒരു ഭംഗി മനസ്സിലായത്. ഇതൊക്കെ നമ്മൾ പിടിച്ച മീനാ. പക്ഷെ എത്ര ശ്രമിച്ചിട്ടും നമുക്ക് ഷാർക്കിനെ പിടിക്കാൻ വേണ്ടി പറ്റിയില്ല. അത് പൈസ കൊടുത്ത് തന്നെ മേടിക്കാനേ പറ്റുള്ളൂ എന്നാണ് എനിക്കിപ്പോ തോന്നുന്നത്. ഉള്ള കാര്യം പറയാലോ, സിമിയന്റെ ഫിഷ് ടാങ്ക് അതൊന്നും അല്ല. അത് ലോക്കല്. ഇതാണ് ഇതിൽ ലക്ഷറി ഫിഷ് ടാങ്ക്. ആ സിമിയനെ ഫോൺ എടുക്കടാ. ഫോൺ എടുക്ക്. അയ്യടാ സിമിയ, ഞാൻ വിളിച്ചെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇന്ന് രാവിലെ നീ പറഞ്ഞില്ലായിരുന്നോ എന്റെ വീട്ടിലെ ഫിഷ് ടാങ്ക് കാണാൻ വന്നെന്ന്? നാളെ രാവിലെ 9 മണിക്ക് തന്നെ പോരും കേട്ടോ. ഒന്നുമില്ലടാ, ഞാൻ ഇപ്പോഴത് ആലോചിച്ചത്. നിങ്ങൾ നല്ല ഫിഷ് ടാങ്ക് ഒന്നും കണ്ടിട്ടുണ്ടാവുമല്ലോ. ഇങ്ങോട്ട് പോരും. നല്ല ഫിഷ് ടാങ്ക് അങ്ങനെയുണ്ടോ നോക്കട്ടെ. ഇതുവരെ ലീക്കും കാര്യങ്ങളൊന്നും കണ്ടിട്ടില്ല. എന്തായാലും അതിന്റെ ഉള്ളിൽ ഇറങ്ങി കഴിയുമ്പോൾ മനസ്സിലാവുമല്ലോ. സത്യം പറഞ്ഞാൽ ഇതിന്റെ ഉള്ളിൽ ഇറങ്ങാനാണ് ഞാനിത് ഉണ്ടാക്കിയത്. ഓക്കെടാ, ഞാൻ ഉള്ളിലേക്ക് ഇറങ്ങാൻ വേണ്ടി പോവാണ്. ഹിയർ വി ഗോ. ഓൾറൈറ്റ്, നമ്മൾ ഉള്ളിലേക്ക് എത്തിയിട്ടുണ്ട്. ഒന്ന് കാണാൻ പറ്റില്ല. നീന്തറ. ഓഹോ, നമ്മൾ നിർമ്മിച്ച ഫിഷ് ടാങ്ക് നോക്കി. ഇതൊക്കെയാടാ ഫിഷ് ടാങ്ക്. പൊളി സാധനം. ഷിൻചാനെ ഇവിടെ നോക്കുമ്പോഴേ കാണാടാ. ഷിൻചാനെ സൂര്യൻ അസ്തമിച്ചൊക്കെ നോക്കി. പുറത്തുനിന്ന് ആൾക്കാർ നോക്കുമ്പോ മത്സ്യ കന്യകൻ. ഞാൻ വിചാരിച്ചതിനേക്കാളും അടിപൊളിയായിട്ട് ഈ ഒരു ഫിഷ് ടാങ്ക് വന്നിട്ടുണ്ട്. ഷിൻചാനെ എങ്ങനെയുണ്ടാ? ഇതിനകത്തുനിന്ന് വല്ലതും പറഞ്ഞ കേൾക്കാവോ? ഫ്രാങ്ക്ലിൻ ഭായ് ചെറുതായിട്ട് കേൾക്കാം. ഫ്രാങ്ക്ലിൻ ഭായ് കിടന്ന് നീന്തണം നോക്കി. ഫ്രാങ്ക്ലിൻ ഭായ് എനിക്കും വന്നെ. ഞാൻ അതേ വരുവാ. എന്നാ സംസാരിച്ചിട്ട് കേറി വാടാ. ഞാൻ ഫിഷ് ടാങ്കിന്റെ ഉള്ളിൽ ഇറങ്ങാൻ വേണ്ടി പോവാടേ. പുറകില്. ആഹാ, ഇവൻ ഇത്ര പെട്ടെന്ന് ഇവിടെ എത്തിയാ? ഷിൻചാനെ നിക്കടാ, നിക്ക്. നിനക്ക് വെള്ളത്തിനുള്ളിൽ ശ്വാസം വിടാനൊക്കെ അറിയാമോ അതിന്? വെള്ളത്തിൽ കിടന്ന് മതി. ശ്വാസം മുട്ടു. വാടാ. പുറത്തു. ലെറ്റ്സ് ഗോ. വന്ന്
എന്തായാലും ഇത്ര സമയം എടുത്ത് ഞാൻ The next day. ഓക്കെ ഫ്രാങ്ക്ലിന്റെ വീടെത്തി. ഓ വെയിറ്റ്, എത്ര മോനെ ഇറങ്ങടാ. അവന്റെ കാർ കയറാച്ചില്ലടത്. ഇതെങ്ങനെയാടാ പോസിബിൾ ആവുന്നത്? ഇത്രയും പൈസ ഇറക്കിയ ഇല്ല, ഞാനൊക്കെ ലോ ക്ലാസ് പീപ്പിള്. ഇപ്പൊ പറയണ